ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ മഹത്തായ സംഭാവനകൾ നൽകിയ സമൂഹമാണ് ക്രൈസ്തവ വിഭാഗമെന്നും ചരിത്രത്തെ തമസ്കരിക്കുന്ന പ്രവർത്തനമാണ് ഇന്ന് ഇന്ത്യയിൽ നടമാടുന്നത് എന്നും ഇടുക്കി മെത്രാൻമാർ ജോൺ നെല്ലിക്കുന്നേൽ കത്തോലിക്ക കോൺഗ്രസ് ഇടുക്കി രൂപതയുടെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ച് വിശ്വാസ സംരക്ഷണ റാലിയും സ്വാതന്ത്ര്യ സദസ്സും ഇരട്ടയാറിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ബിഷപ്പ്. ആസാദിക അമൃത മഹോത്സവം എന്ന പേരിൽ സ്വാതന്ത്ര്യദിനത്തിന്റെ 77ാം വാർഷികം ആഘോഷിക്കുമ്പോഴും ഇന്ത്യയുടെ മനസാക്ഷിക്ക് ക്ഷതമേൽപ്പിക്കുന്ന വിധത്തിലുള്ള കലാപമാണ് മണിപ്പൂരിൽ നടക്കുന്നതെന്നും കലാപത്തെ മറ്റു വഴികളിലേക്ക് കടന്നുപിടിപ്പിക്കാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട ഭരണകൂടം നിസ്സംഗത തുടരുകയാണെന്നും ബിഷപ്പ് മാർ ജോൺ നെല്ലിക്കുന്നേൽ പറഞ്ഞു. സ്വതന്ത്ര ഭാരതത്തിൽ ക്രൈസ്തവർ വഹിച്ച പങ്ക് നമുക്കറിയാം. ആദ്യകാല മന്ത്രിസഭയിൽ മുതൽ രാഷ്ട്രീയ, സാമൂഹിക, സാമുദായിക രംഗങ്ങളിലെല്ലാം വലിയ സംഭാവനകൾ നൽകിയിട്ടുള്ള വ്യക്തികളാണ് ക്രൈസ്തവർ. അത് കേരളത്തിൽ മാത്രമല്ല, എവിടെയൊക്കെ ഉണ്ടായിട്ടുണ്ടോ അവിടെയെല്ലാം വലിയ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. എന്നാൽ അടുത്ത കാലത്ത് ചരിത്രത്തെ തന്നെ തമസ്കരിക്കുന്ന രീതിയിലാണ് ചരിത്രം അവതരിപ്പിക്കപ്പെടുന്നത്. അതിന്റെ കാരണങ്ങളൊക്കെ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. അതിന് രാഷ്ട്രീയപരമായ കാരണങ്ങളുണ്ട്, മതപരമായ കാരണങ്ങളുണ്ടാകാം, സാമുദായികമായ കാരണങ്ങളുണ്ടാകാം. പ്രിയപ്പെട്ടവരെ, ഈ പ്രതിസന്ധികളുടെ എല്ലാം മധ്യേ ക്രിസ്തുവിനുള്ള വിശ്വാസത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ട് മുന്നോട്ട് പോകുവാനായിട്ട് സമുദായം ഒറ്റക്കെട്ടായിട്ട് നിൽക്കണമെന്നാണ് എനിക്ക് നിങ്ങളോട് ആവശ്യപ്പെടുവാനായിട്ടുള്ളത്. നൂറ്റാണ്ടുകളായുള്ള നമ്മുടെ പാരമ്പര്യങ്ങളെ, നമ്മുടെ വിശ്വാസത്തിന്റെ അടിത്തറയെ, എല്ലാ മതങ്ങളെയും ഒരുമിച്ച് നിർത്തുന്ന സാഹചര്യങ്ങളെയെല്ലാം തകർത്തുകൊണ്ട് ഭാരതത്തെ വീണ്ടും അധപതനത്തിലേക്ക് നയിക്കാനാണ് ഭരണകൂടങ്ങൾ ശ്രമിക്കുന്നതെന്ന് കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിജു പറയുന്നിലം പറഞ്ഞു. നമുക്ക് നൂറ്റാണ്ടുകളായി പൈതൃകമായുള്ള ഈ പാരമ്പര്യങ്ങളെ, ഈ സ്പിരിച്വൽ റൂട്ട്, വിശ്വാസത്തിന്റെ അടിത്തറ, നമ്മുടെ മോറൽ വാല്യൂസ്, ഈ സ്നേഹ കൂട്ടായ്മ, എല്ലാ മതങ്ങളെയും ഏകോപിപ്പിച്ചു നിർത്തിക്കൊണ്ടിരുന്ന ഈ സാഹചര്യമെല്ലാം തകർത്തുകൊണ്ട് ഭാരതത്തെ വീണ്ടും അടിമത്തത്തിലേക്ക് കടത്തിവിടാനാണ് ഭരണകൂടങ്ങൾ ശ്രമിക്കുന്നത് എന്ന് നമുക്ക് ഉറക്കെ പറയേണ്ടിയിരിക്കുന്നു. ഇവിടെ സ്വാതന്ത്ര്യമുണ്ടോ? അഭിനന്ദിക്കുന്ന പിതാവ് സൂചിപ്പിച്ചതുപോലെ യഥാർത്ഥ സ്വാതന്ത്ര്യം നമ്മൾ അനുഭവിക്കുന്നുണ്ടോ? 10-60 വർഷമായി ജനിച്ച മണ്ണിന്റെ അവകാശം ലഭിക്കാനായി നാം ഇനിയും സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയിരിക്കുന്നു. നാം നട്ട കപ്പയും ചേനയും ചേമ്പും ഉൾപ്പെടെയുള്ള കാർഷിക ഉൽപ്പന്നങ്ങൾ വന്യമൃഗങ്ങൾ നശിപ്പിക്കുമ്പോൾ അതിനെ തടയുവാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ടോ? ആ വന്യമൃഗങ്ങൾക്കെതിരെ തിരിഞ്ഞാൽ നമ്മൾ ജയിലിൽ പോകുന്ന സാഹചര്യം. സ്കൂൾ വിട്ട് വരുന്ന നമ്മുടെ മക്കളെ പട്ടി ഓടിച്ചുറ്റി കടിച്ചാൽ, വന്യമൃഗങ്ങൾ വേട്ടയാടിയാൽ അതിനെ തടയാനുള്ള സ്വാതന്ത്ര്യം ഇന്ന് കേരളത്തിലുണ്ടോ? മതേതര മൂല്യങ്ങൾ സംരക്ഷിക്കേണ്ട അധികാരവർഗങ്ങൾ വംശഹത്യയ്ക്കും കൂട്ടക്കുരുതികൾക്കും വിശ്വാസാവഹേളനങ്ങൾക്കും അതുവഴി വർഗീയ ധ്രുവീകരണങ്ങൾക്കും നേതൃത്വം നൽകുന്നത് എതിർക്കപ്പെടേണ്ടതുമാണ്. ഈ സാഹചര്യത്തിലാണ് കത്തോലിക്ക കോൺഗ്രസ് വിശ്വാസ സംരക്ഷണ റാലിയും സ്വാതന്ത്ര്യ സദസ്സും സംഘടിപ്പിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. വിശ്വാസ സംരക്ഷണ റാലി കത്തോലിക്ക കോൺഗ്രസ് ഇടുക്കി രൂപത ഡയറക്ടർ ഫാദർ ഫ്രാൻസിസ് ഇടവക്കണ്ടം ഫ്ളാഗ് ഓഫ് ചെയ്തു. തുടർന്ന് ഇരട്ടയാർ ടൗണിൽ കത്തോലിക്ക കോൺഗ്രസ് ഇടുക്കി രൂപത ജോർജ് കോയിക്കലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന സ്വാതന്ത്ര്യ സദസ്സിൽ അഡ്വക്കേറ്റ് ബിജു പറയുന്നിലം മുഖ്യപ്രഭാഷണം നടത്തി. ഷെക്കേന ന്യൂസ്, ഇടുക്കി.